ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് ട്രെക്ക് ഫോർ എം. ഒരു രാത്രി 2 മണി 3 മണി ആയപ്പോൾ പെട്ടെന്ന് കാലിൻ്റെ ഭാഗത്തൊരു നനവ്. അപ്പോൾ എണീറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലാവണേ മുകളിൽ നിന്ന് മലവെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ടെൻറ്റ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒലിച്ച് വരുന്നുണ്ട്. ടെൻറ്റിൻ്റെ ഒരു പോർഷൻ മൊത്തം വെള്ളത്തിൽ മൂടി തുടങ്ങിയിട്ടുണ്ട്. താഴത്തോട്ട് പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താഴെ കോക്സറിലോട്ടുള്ള വഴിയെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിൽ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാം ചളിയിൽ മൂടി കിടക്കുന്നു. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വഴിയൊന്നും അവിടെ കാണാനില്ല. ഇടയിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഈ ലൈനിൽ നിന്ന് മാറി അടുത്ത ഒരു ഏരിയയിലോട്ട് ഞാൻ മാറിയ സമയത്ത് ഏബിൽ മുകളിലൊരു കല്ല് ചവിട്ടി ഈ കല്ലെല്ലാം കൂടി ഇളക്കി താഴെ വന്ന് വീണത് ഫസലിൻ്റെ തലയിലായിരുന്നു. തലയിൽ വീണ് തല പൊട്ടി. നമ്മളെ കയ്യിലാകെ 500 രൂപയുള്ളൂ ഞാൻ കൊണ്ട് മുന്നോട്ട് പോകാൻ. എൻ്റെ കയ്യിലാണ് ബാക്കി പൈസ ഒക്കെ ഉള്ളത്. എങ്ങനെ ഇനിയും 10-15 ദിവസം ട്രെക്ക് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ പേര് മുഹമ്മദ് ഫായിസ്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് വരുന്നത്. നിലവിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെ ട്രക്കിംഗ് ഗൈഡ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന യാത്ര 2019 ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി 470 കിലോമീറ്റർ മണാലിയിൽ നിന്നും ലഡാക്കിലോട്ട് നടന്നു പോയിട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളാണ്. ആക്ച്വലി ഇതൊരു യാത്രയല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി മണാലിയിൽ നിന്നും ലഡാക്കിലോട്ട് നടന്നു പോവുക എന്നുള്ള ഐഡിയ എനിക്ക് കിട്ടുന്നത് മണാലിയിൽ വെച്ചിട്ടാണ്. 2019 മാർച്ചിൽ തന്നെ ഞാൻ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് നേപ്പാൾ വരെ ഹിച്ച് ഹൈക്ക് ചെയ്തൊരു യാത്ര. അതിൽ മണാലിയിൽ എത്തുകയും അവിടെ നിന്ന് തന്നെ സ്റ്റേക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. വലീദ് എന്നാണ് പേര്. ആൾ അവിടെ തന്നെ മണാലിയിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ്. ആളെന്നോട് തമാശ പോലെ സംസാരത്തിനിടെ പറഞ്ഞാണ്, നിനക്ക് മണാലിയിൽ നിന്ന് ലഡാക്കിലോട്ട് ഒന്ന് നടന്നു നോക്കിക്കൂടെ എന്ന്. തമാശയായിട്ടാണ് പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് അത് മനസ്സിലാണ് കയറി. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലെത്തിയതിന് ശേഷം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾ, ലോങ് വേ ഡൗൺ എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിലെ 10 പേര് ഒരുമിച്ചായിരുന്നു മണാലിയിൽ നിന്ന് ലഡാക്കിലോട്ട് യാത്ര പോകാനുള്ള പ്ലാനാണ്. ആദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ യാത്രയുടെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല, നടന്നു പോകുന്ന ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. കാരണം ആ സമയത്ത് മണാലിയിൽ നിന്ന് ലഡാക്കിലോട്ട് റൈഡ് ചെയ്ത് പോവുക എന്നുള്ള ട്രെൻഡ് ഭയങ്കരമായിട്ട് വളർന്നു സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടാതെ തന്നെ ഞങ്ങൾ 10 പേര് യാത്രയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ദെൻ കേരളത്തിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ആദ്യം ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ഒരു ബസ് പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി മണാലിയിലെത്തി. മണാലിയിൽ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം വലീദിനോട് തന്നെ സംസാരിച്ച് കുറച്ചൊക്കെ ഡാറ്റ കിട്ടി. ആൻഡ് അടുത്തത് പോയത് മണാലിയിൽ തന്നെ താമസക്കാരനായിട്ടുള്ള ബാബുക്കാട് അടുത്തേക്കാണ്. അവിടുത്തെ ആള് മുന്നേ ഇതുപോലത്തെ യാത്ര പോയിട്ടുള്ള ആളുകളെയും ആൾക്കറിയായിരുന്നു. അപ്പോൾ ആൾ ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് ട്രെക്ക് ഫോർ എവർ. ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ടെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ലാൻഡ് സ്ലൈഡ് വരാം, ഓൺ ദ വേയിൽ നിങ്ങൾ പോകുന്ന കാലത്ത് ഫ്ലഡ് വരാം, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ റൂട്ടാണ്. സോ ശ്രദ്ധിച്ച് മാത്രം ഈ യാത്രയ്ക്ക് ഇറങ്ങുക, ആലോചിച്ചിട്ട് വേണ്ടി മാത്രം ഇറങ്ങാമെന്ന് പറഞ്ഞു. ആൻഡ് ഒരു പേടിയോടുകൂടി ബാബുഖാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ദെൻ വലീദിൻ്റെ റൂമിലെത്തിയിട്ട് ഞങ്ങൾ ഒന്നും കൂടി ആലോചിച്ചു പോകണം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജംഷീദ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ പറഞ്ഞു, വന്നതാണ് തീർത്തിട്ട് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് ബാഗ് പാക്ക് ചെയ്തു. രാവിലെ ഏകദേശം ഒരു 6 മണിക്ക് ആയപ്പം എല്ലാവരും സെറ്റായി. ഞങ്ങൾ 10 പേര് അടങ്ങുന്ന ടീമാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആദ്യം സൊളാങ് വാലിലോട്ട് എത്തണം. സൊളാങ് വാലി 2 റൂട്ടുണ്ട്, ഒന്ന് ബൈ റോഡ് പോകാം, ഒന്ന് ട്രക്കിംഗ് റൂട്ട് പോകാം. ഞങ്ങൾ ട്രക്കിംഗ് റൂട്ട് എന്ന വേ എടുത്തു. 10 പേരോട് ഒരുമിച്ച് നടത്തുന്ന തുടങ്ങി. നോർമലി ഒരു ട്രക്കിൽ പലരും പല സ്പീഡായിരിക്കും. അപ്പം ഞാനും ജംഷീദ് എന്ന് പറഞ്ഞ ആളും കുറച്ച് സ്ലോ ആയിരുന്നു. അപ്പം ഞങ്ങൾ ബാക്കിൽ വർത്താനൊക്കെ പറഞ്ഞ് ആപ്പിളൊക്കെ കഴിച്ച് മെല്ലെ നടന്നു. ബാക്കി 8 പേര് മുന്നിൽ പോയി. അപ്പോൾ ഇടയിൽ വെച്ചൊരു ഡൈവേഴ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഡൈവേഴ്ഷൻ മിസ്സായി പോയി. ഫസ്റ്റ് ഡേ തന്നെ ഡൈവേഴ്ഷൻ മിസ്സായി. ഞങ്ങൾ നോക്കാതെ നേരെ മുന്നോട്ട് കടന്ന് ഞങ്ങൾ എൻഡ് ചെയ്തത് ഒരു വലിയ റിവറിൻ്റെ മുന്നിലായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പുറത്തുനിന്ന് അപ്പുറം നോക്കുമ്പോൾ ഞങ്ങൾ ടീമിനെ എല്ലാവരെയും കാണാം, പക്ഷേ ഞങ്ങൾക്ക് പോകാനുള്ള വഴിയില്ല. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അപ്പുറം എത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജംഷി പറഞ്ഞോളം കല്ല് ചാടി റിവർ ക്രോസ് ചെയ്ത് പോകാം, ശ്രദ്ധിച്ച് പോയാൽ മതിയുള്ളതിൽ ഉറപ്പിച്ചു. ഒരുപാട് കല്ലുകളാണ് റിവറിൽ മൊത്തമുള്ളത്. അപ്പോൾ ജംഷി മുന്നിൽ പോയി ഓരോ കല്ല് നോക്കും, ഞാൻ അടുത്ത സ്ഥലം നോക്കും. കല്ലിൽ മറ്റേ ചാടി ഒരു കണക്കിന് അപ്പുറത്തി. എൻ്റെ ഇടയിൽ റിവറിലൊന്ന് വീണ് ജംഷീൻ്റെ ആയിട്ട് മാത്രം രക്ഷപ്പെട്ടു. അവൻ പിടിച്ച് വലിച്ച് കയറ്റി. ദെൻ മുകളിലോട്ട് കയറി ടീമിൻ്റെ കൂടെ എത്തി. ഞങ്ങൾ ഉറപ്പിച്ചു ഇനി ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോകാൻ പാടില്ല എന്നൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മുന്നോട്ട് വീണ്ടും നടന്നു. ഞങ്ങൾ മെല്ലെ നടന്ന് എല്ലാവരും ടീം ഒരു മലയുടെ മുകളിൽ എല്ലാവരും ഒരുമിച്ചെത്തി. ഇനി നമുക്ക് പോകാനുള്ളത് മണ്ടി എന്ന് പറഞ്ഞ സ്ഥലം, നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങോട്ടാണ് പോകാനുള്ളത്. നോക്കിയപ്പോൾ 2 റൂട്ട് ഉണ്ട്. ഒന്ന് ബൈ റോഡ് നമുക്ക് ഈസിലി നോർമൽ വേണ്ട, അത് നടന്നു പോകാം. രണ്ടാമത്തെ റൂട്ട് ഒന്ന് എളുപ്പമല്ല, പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ടായിരുന്നു. ഒരു മലയുണ്ട്, ആ മല അങ്ങ് കയറിയാൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്ത് വണ്ടിയാണ്, അപ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ള മൈൻഡിൽ ഞാനും ജംഷിയും ഫസലും ഷാനും ഞങ്ങൾ 4 പേര് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ മലയിലോട്ട് പോയി. ബാക്കിയുള്ളവർ ബൈ റോഡ് പോകാമെന്ന് പറഞ്ഞിട്ട് റോഡിനിറങ്ങി. ഞങ്ങൾ ഈ മല കയറാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള നോർമൽ ഒരു വലിയ കാറ്റൊന്നുമില്ല. സൈഡിൽ നല്ല രസമുള്ള വാട്ടർഫാൾസ് ഒഴുകുന്നുണ്ട്. ഈ വാട്ടർഫാൾസ് സൈഡിൽ കൂടെ ഞങ്ങൾ മുകളിലോട്ട് കയറി കുറച്ചങ്ങ് എത്തിയപ്പം ഈ മലയുടെ ഷേപ്പ് ഏകദേശം ഒരു 80-85 ഡിഗ്രിയിലൂടെ അങ്ങ് ചെരിയാൻ തുടങ്ങി. പിന്നെ അതുവരെ കയറിക്കൊണ്ടിരുന്ന ഞങ്ങൾ നേരെ 4 കാലും കുത്തിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ എത്തി. അതിന് അവിടെ കണ്ടൊരു ഭയങ്കര രസമുള്ള കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൗണ്ടൻ നിറയെ റെഡ് കളർ മൗണ്ടൻ സ്ട്രോബെറീസ് ഉണ്ടായേക്കാണ്. നമ്മൾ കൈ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ കയ്യിലൊക്കെ സ്ട്രോബെറീസ് കിട്ടും. അപ്പോൾ അത് ത്രില്ലിംഗ് ആയി വീണ്ടും ഞങ്ങൾ ഈ സ്ട്രോബെറീസ് കഴിക്കും, കുറച്ച് നേരം വീണ്ടും കയറും, പിന്നെ സ്ട്രോബെറി കഴിക്കും.
അങ്ങനെ കയറിപ്പോയി. കൂടെ ഒരു നായയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മുന്നിൽ പോകും, ഞങ്ങളതിന് പിന്നാലെ കയറി ലാസ്റ്റ് ഒരു എൻഡിൽ വെച്ച് അവസാനിച്ചു. എൻഡിൽ ഞങ്ങൾ കാണുന്നത് വലിയൊരു പാറയാണ്. ആ പാറയുടെ എന്ന് വെച്ചാൽ ഒരു പാറ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു പാറ നിൽക്കുന്നുണ്ട്. ഇതിന് ഗ്യാപ്പിൽ ഒരാൾക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും, ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അവിടെ വെച്ച് ഞങ്ങൾ സ്റ്റക്കായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഈ മല കയറുന്ന അപ്പുറം പോവുകയും വേണം. അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഒരാൾ കയറാം, ഒരാൾ കയറിയിട്ട് ആ നിൽക്കുന്ന ഏരിയക്ക് ഉറപ്പുണ്ടോ നോക്കിയിട്ട് മാത്രം അടുത്ത ആൾ കയറാന്നുള്ള രീതിയിൽ. അങ്ങനെ മുകളിൽ കയറി ഒരു കണക്കിൽ നമ്മൾ ഈ പാറലൊക്കെ പിടിച്ച് പോലോ. ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ആരും എക്സ്പീരിയൻസ്ഡ് മൗണ്ടനിയേഴ്സോ ഒന്നുമല്ല, ജസ്റ്റ് ട്രാവലേഴ്സ് മാത്രമാണ്. ആ പാറലൊക്കെ അള്ളി പിടിച്ച് നിന്ന് താഴെ നോക്കിയ വലിയ വാട്ടർഫാൾസിൻ്റെ കുഴി കാണാം. ആ സൈഡിലൂടെ നടന്ന് അപ്പുറം കടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, മരങ്ങളുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വട കയറി വാങ്ങി പറഞ്ഞിട്ട് ഞാൻ കൈ കൊടുക്കും, ജംഷി അടുത്താൾക്ക് കൈ എടുക്കും. അങ്ങനെ 4 പേരും കൈ പിടിച്ച് പാറയുടെ അപ്പുറം പോയി. അപ്പുറം പോയപ്പോൾ അവിടെ മൊത്തം ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി സ്ട്രോബെറീസ് ഉണ്ട്. പിന്നെ ആൾക്കാർ മരം വെട്ടിയതിൻ്റെ പുറമെ അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു, ലൈക്ക് എവിടെയും കാണാത്തതാണ്. അവിടുന്ന് ആൾക്കാർ പൈൻ ട്രീ വെട്ടിക്കൊണ്ടിട്ടുണ്ട്. ഈ വെട്ടിയ മരത്തിൻ്റെ അടുത്തൊക്കെ ആളുകൾ പുതിയൊരു പൈൻ ട്രീ കൂടി നട്ടിട്ടുണ്ട്. അത് അവർ ആ നാട്ടുകാർ അല്ലെങ്കിൽ ഹിമാചൽ ഭാഗത്തെ മൗണ്ടൈൻ പീപ്പിൾസ് അവരുടെ നാച്ചറിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു സംഭവം ഫീൽ ചെയ്തു. ഞാൻ വീണ്ടും അവിടുന്ന് മുകളിലോട്ട് പോയി ഒരു മെയിൻ റോഡിലോട്ട് എത്തി. അപ്പോഴാണ് ഞങ്ങളുടെ കാര്യം മനസ്സിലാക്കുന്നത്, ഞങ്ങൾ എത്തിയിട്ടുള്ള സ്ഥലം ആക്ച്വലി മണ്ടിയല്ല. മണ്ടിക്ക് അവിടുന്ന് ഇനിയും 8-9 കിലോമീറ്റർ പോകാണ്ട്. അവിടുന്ന് പലതവണ ഞങ്ങൾ കൂടെ വന്ന ടീമിനെ കണക്ട് ചെയ്യാൻ നോക്കി, നമുക്ക് ഇടയിൽ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യാം, ഇരുട്ടായിട്ടുണ്ട് ഓൾമോസ്റ്റ്, ഹോൾട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നോക്കി. നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി വി ഡിസൈഡ് ജസ്റ്റ് വാക്ക്, നമുക്ക് നടക്കാം. പോകുന്ന വഴിയിലൊക്കെ ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഈ വണ്ടിയിലോട് എത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നത് ഇനി 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞങ്ങൾ 2 കഴിഞ്ഞ് 4 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ സ്ഥലത്തുന്നില്ല. പെട്ടെന്ന് ഒരു 2 ബൈക്കർ വന്ന് ചോദിച്ചു ഞങ്ങളോട്, മണാലി ലേയിലോട്ട് നടന്നു പോകുന്ന ടീമല്ല വെച്ച്. അപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ടീം ഓൾറെഡി വണ്ടി എത്തിയിട്ടുണ്ട്, അവർ ഞങ്ങൾ പറഞ്ഞയച്ചാണ് ബൈക്കിന്, നിങ്ങൾ ബാഗ് തായോ, ഞങ്ങൾ ബാഗ് കൊണ്ടോ, നിങ്ങൾ മെല്ലെ നടന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. ബാഗെല്ലാം നല്ല വെയിറ്റുള്ള ബാഗാണ്. ആക്ച്വലി ബാഗിൽ ഒരു കിച്ചൺ സെറ്റ് ഉണ്ട്, ടെൻ്റ് ഉണ്ട്, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ബാഗ് ഇവർക്ക് കൊടുത്തു. ദെൻ ഇവർ ബൈക്കായിട്ട് പോയി, ഞങ്ങൾ മെല്ലെ നടന്ന് വണ്ടിയിലെത്തിയപ്പോൾ സമയം ഏകദേശം 10 മണി, രാത്രി 10 മണിയായിട്ടുണ്ട്. ടെൻറ്റ് പിച്ച് ചെയ്തിട്ടില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പല വഴിക്ക് പോയി ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി. 3 ടെൻ്റാണ് പിച്ച് ചെയ്ത്. 2 ടെൻ്റ് വാട്ടർ പ്രൂഫ് ആയിരുന്നു, 1 നോർമൽ ടെൻ്റാണ്. അപ്പോൾ നമുക്ക് രാത്രി ആയതുകൊണ്ട് ഈ ടെൻ്റ് എവിടെ പിച്ച് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ടില്ല. ഒരു പ്ലെയിൻ സ്ഥലം കിട്ടിയപ്പോൾ അങ്ങോട്ട് ടെൻ്റ് പിച്ച് ചെയ്താൽ. അങ്ങനെ ഞാനും ഏബിലുമാണ് ഈ വാട്ടർ പ്രൂഫ് അല്ലാത്ത ടെൻ്റ് കിടക്കുന്നത്. ഒരു രാത്രി 2 മണി 3 മണി ആയപ്പോൾ പെട്ടെന്ന് കാലിൻ്റെ ഭാഗത്തൊരു നനവ്. അപ്പോൾ എണീറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലാവണേ, മുകളിൽ നിന്ന് മലവെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ടെൻ്റ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒലിച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ ടെൻ്റിനകത്ത് വെള്ളം കയറും. പെട്ടെന്ന് എണീറ്റ് സ്ലിപ്പിംഗ് ബാഗ് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തുറന്നു. ഏബിലിനെ പെട്ടെന്ന് എണീപ്പിച്ചു. നോക്കിയപ്പോൾ ടെൻറ്റിൻ്റെ ഒരു പോർഷൻ മൊത്തം വെള്ളത്തിൽ മൂടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ടെൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാവിലെ തണുത്ത് മരവിച്ച് മരിക്കും. പെട്ടെന്ന് ടെൻറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാക്കി 2 ടെൻറ്റിൻ്റെ സ്ഥലത്ത് കുറച്ച് വെള്ളം ചെരിഞ്ഞാണ് പോകുന്നത്. 2 to 5 ഡിഗ്രി അതിൻ്റെ ഉള്ളിലാണുള്ളത്. നല്ല തണുപ്പാണ് പുറത്ത്. ഓൾറെഡി നനഞ്ഞിട്ടുണ്ട്, നിൽക്കാൻ കഴിയുന്നില്ല, പുറത്ത് നിൽക്കാനേ പറ്റുന്നില്ല. നേരെ ചെന്ന് ജംഷിയുടെ ടെൻറ്റ് തട്ടി തുറന്ന് അകത്ത് കയറി. വിത്തൗട്ട് സ്ലീപ്പിംഗ് ബാഗാണ് അന്ന് അതിൻ്റെ അകത്ത് കിടന്നത്. കുറച്ച് ടെൻറ്റ് ഒന്ന് മാറ്റിയിട്ട് വിത്തൗട്ട് സ്ലീപ്പിംഗ് ബാഗ് ഒന്നുമില്ലാണ്ട് മൊത്തം നനഞ്ഞിട്ട് ആ ടെൻ്റ് അകത്ത് കിടന്നത്. രാവിലെ എണീറ്റപ്പോൾ കാലൊക്കെ മരവിച്ച് അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഭാഗ്യത്തിന് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കൊണ്ട് കുറച്ച് നേരം സെറ്റായി കിടന്നു. പക്ഷേ ഞങ്ങളെ കൂടെ വന്ന എല്ലാവരുടെയും ബാഗ്, ജാക്കറ്റ്, സ്ലീപ്പിംഗ് ബാഗ് എല്ലാം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുകളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് അവിടെ ഒന്ന് ഹോൾട്ട് ചെയ്തിട്ട്, ഹാഫ് ഡേ ഹോൾട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഉണക്കിയെടുത്തു. അടുത്ത ഈ ദിവസം നമുക്ക് പോകാണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കോക്സർ എന്ന് പറഞ്ഞ വില്ലേജിലോട്ടാണ്. 20ാം പാസ് കയറിയിട്ട് ഇപ്പോൾ താഴെ ടണൽ പോകുന്നുണ്ട്. ടണലിൽ അല്ലാതെ മുകളിലോട്ട് നമുക്ക് കയറി ഇറങ്ങി എത്തുന്ന ഒരു വില്ലേജ് ഉണ്ട്, അവിടെയായിരുന്നു. അപ്പോൾ ആഫ്റ്റർനൂൺ നമുക്ക് നടന്നെത്താൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് 10ാം പാസിന് താഴെ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യാം എന്നുള്ള മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, ആഫ്റ്റർനൂൺ വരെ നമ്മൾ ഈ ഡ്രസ്സെല്ലാം ഉണക്കി സെറ്റ് ചെയ്ത് ആഫ്റ്റർനൂൺ ഞങ്ങൾ വീണ്ടും ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഈ ഒരു ദിവസം ആക്ച്വലി ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം വി ആർ ഗോയിങ് ടു, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടൊരു മൗണ്ടൻ പാസിൻ്റെ മുകളിലോട്ട് നടന്ന് കയറാൻ വേണ്ടി പോവുക. ഒരു നോർമൽ വണ്ടി ഓടിച്ച് പോയാൽ പോലും സിക്കാവുന്ന സ്ഥലമാണ് റോത്താം പാസ് എന്ന് പറയുന്നത്. അവിടെ മുകളിൽ അത്യാവശ്യം മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ട്രക്കിംഗ് രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ റോഡ് നടക്കാതെ, ഇപ്പോൾ റോത്താം പാസിലോട്ട് കയറുന്ന വഴി നമുക്ക് താഴത്തുനിന്ന് മുകളിൽ റോത്താം പാസ് കാണാൻ പറ്റും. പിന്നെ സിഗ്സാഗ് മാനറിൽ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ സിഗ്സാഗ് മാനറിൽ റോഡിലോട്ട് നടക്കാതെ ഈ സിഗ്സാഗ് ക്രോസ് ചെയ്ത് നേരെ മുകളിലോട്ട് നടക്കും. ഇതാണ് നമ്മുടെ ട്രക്കിംഗ് രീതി എന്ന് പറയുന്നത്.
അങ്ങനെ രാവിലെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ടീം രണ്ടായി. ഒരു ടീം റോഡിന് പോകാൻ പറഞ്ഞു, ഒരു ടീം ഈ ലൈനിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഫസൽ, ഏബൽ, ഞങ്ങൾ 3 പേരായിരുന്നു ഈ ബൈക്ക് ക്രോസ് ചെയ്ത് നടന്നു പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ലാൻഡ് സ്ലൈഡർ ഏരിയ ഉണ്ട്, അതിലൂടെ കടന്ന് മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഏബൽ ഫ്രണ്ടിൽ പോകുന്നു, തൊട്ട് ബാക്കിൽ ഞാൻ, അതിൻ്റെ ബാക്കിൽ ഫസൽ വരുന്നുണ്ട്. ഇടയിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഈ ലൈനിൽ നിന്ന് മാറി അടുത്ത ഏരിയയിലോട്ട് ഞാൻ മാറിയ സമയത്ത് ഏബൽ മുകളിലൊരു കല്ല് ചവിട്ടി ഈ കല്ലെല്ലാം കൂടി ഇളകി താഴെ പോന്നു. വന്ന് വീണത് ഫസലിൻ്റെ തലയിലായിരുന്നു. തലയിൽ വീണ് തല പൊട്ടി വലിയൊരു ഹോള് പോലെ മുറിവായി ഫസലിനെ. അതോടുകൂടി ഫസലിനെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. എനിക്കാണെങ്കിൽ മുകളിൽ താഴേക്ക് ഇറങ്ങി വരാനും വേറെ ഞാൻ ചവിട്ടുന്ന കല്ലും ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിരിക്കുക. സോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനും താഴെ പോകും. സോ ഏബലിനോട് ഞാൻ പറഞ്ഞു, ഏബൽ നീ ഒരു കാര്യം ചെയ്യുന്നതിന് മുകളിലോട്ട് പോകും, ഫസലിനോട് ബൈ റോഡ് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഫസലും താഴെ ഉണ്ടായിരുന്ന ഒരു പയ്യനും കൂടി ഈ പറഞ്ഞ റോഡ് വഴി കയറി മുകളിലോട്ട് വന്നു. ഞാനും ഏബലും ഈ ഒരു ക്രോസ് നടന്ന് മുകളിൽ ഒരു പാരാഗ്ലൈഡൊക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാരുടെ ടെൻറ്റ് ഉണ്ടായിരുന്നു, ആ ഭാഗത്തെത്തി. അവിടെ മറ്റേ റോഡിന് വന്ന ടീമെല്ലാം കൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഞങ്ങളെ ലാസ്റ്റ് ഈ ക്രോസ് പോയ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല. ഹിമാലയൻ റോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസായിരിക്കും, ചവിട്ടുമ്പോൾ പൊട്ടി പോവാം, നമുക്ക് നടക്കാനും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. ഒരു കണക്കിനാണ് മുകളിലെത്തി. ലാസ്റ്റ് കൂടുതലുള്ള ടീം വന്ന് വലിച്ചിട്ടാണ് ഞങ്ങൾ എന്നെയും ഏബലിനെയും മുകളിലോട്ട് വരുന്നത്. മുകളിലെത്തി ഫസൽ വന്നു, വലിയ രീതിയിൽ മുറിവായിരുന്നു, നല്ല രീതിയിൽ ചോര ഒലിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാരാഗ്ലൈഡിൻ്റെ ആൾക്കാരോട് പറഞ്ഞപ്പം അവരുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരുന്നു. അത് കിറ്റ് തന്നു. കിറ്റ് വെച്ചിട്ട് ഫസലിൻ്റെ തല മൊത്തം ഒരു റൗണ്ടിൽ കെട്ടി സെറ്റ് ചെയ്തു. നോക്കിയപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോയാൽ റൊത്താം പാസിൽ ഹെവി തണുപ്പായിരിക്കും, മുന്നോട്ട് പോയാൽ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഈ പാരാഗ്ലൈഡിൻ്റെ ടീമിനോട് സംസാരിച്ചു, ഞങ്ങൾക്കൊന്ന് ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം തരുമെന്ന് വെച്ചപ്പം ഒരു നല്ല അടിപൊളി ഒരു സ്ഥലത്ത് അവരുടെ ടെൻറ്റിനോട് ചേർന്ന് തന്നെ ക്ലിയർ സർഫസുള്ള 100% സേഫ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാൻ തോന്നും. അന്ന് ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ ടെൻറ്റൊക്കെ പിച്ച് ചെയ്ത് തലേന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ, ആ ഉറക്കം അടക്കം തീർത്തുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ഉറങ്ങി. രാത്രി ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിച്ചൺ സെറ്റ് ഉണ്ട്, ലൈക്ക് ചെറിയ ബ്യൂട്ടൻ ഗ്യാസ്, സ്റ്റൗ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് റൈസ്, ഇതെല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി, എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി. ആൻഡ് ഈവനിങ് ഞങ്ങൾ എല്ലാവരും കൂടി മൗണ്ടൻ ക്ലിഫിലൊക്കെ നടന്നിട്ട് വിറകൊക്കെ ശേഖരിച്ച് തീയൊക്കെ കൂട്ടി ചൂടൊക്കെ കൊണ്ട് കിടന്നുറങ്ങി. ദെൻ നെക്സ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു റൊത്താം പാസ് ടുഡേ. ഞങ്ങൾ ആക്ച്വലി പിറ്റേ ദിവസം പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് റൊത്താം പാസ് കടന്ന് കോക്സറിലോട്ട് പോകണം. ബൈ റോഡ് തന്നെ പോകാൻ വിചാരിച്ചു. മൗണ്ടൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയും വ്യൂ എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ബൈ റോഡ് തന്നെ പോകാൻ വിചാരിച്ചു. റോഡിലൂടെ ഒരു ഫസ്റ്റൊക്കെ നടന്നപ്പോൾ 2 സൈഡ് നോർമൽ റോഡായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ടത് 2 സൈഡിലും വലിയ മഞ്ഞിൻ്റെ വാളുകൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കാഴ്ച കണ്ടോണ്ടാണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് സന്തോഷമാണോ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ദെൻ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ലാൻഡ് എല്ലാം തീർന്നു, ഫുൾ സ്നോ ആണ് മാത്രമുള്ളത്. അപ്പോൾ റോഡ് വഴി പോകണ്ട, നമുക്ക് സ്നോയിലോട്ട് നടക്കാം, അതല്ലേ ത്രില്ലിംഗ് എന്നായിട്ട് ഞങ്ങൾ സ്നോയിലോട്ട് ഇറങ്ങി. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ചെയ്ത മണ്ടത്തരം മനസ്സിലായത്. കാരണം ആരുടെ കയ്യിലും പ്രോപ്പർ ട്രക്കിംഗ് ഷൂ അല്ല ഉള്ളത്, നോർമൽ ഷൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്നോയിൽ ചവിട്ടി കഴിഞ്ഞാൽ നേരെ താഴത്തോട്ടാണ് പോകുന്നത്. നമ്മൾ ചവിട്ടും ഒരു 2 അടി നടക്കുമ്പോൾ തന്നെ വീഴുകയാണ്, എല്ലാവരും വീഴുക. സോ അവസാനമായിട്ട് ഒറ്റ വഴി ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിലൊരു കയറുണ്ടായിരുന്നു, വലിയൊരു കയർ. അപ്പോൾ ഞങ്ങളെന്താ വെച്ചാൽ മുന്നിലൊരാൾ അത്യാവശ്യം വെയിറ്റ് പിടിക്കാൻ പറ്റുന്ന ഒരാൾ മുന്നിൽ ആ കയർ ടൈറ്റായിട്ട് പിടിച്ചു, ബാക്കിലൊരാൾ ടൈറ്റായിട്ട് പിടിച്ചു. എന്നിട്ട് ഇതിന് നടുവിൽ ഈ 10 പേര് ലൈനായിട്ട് അങ്ങ് നിന്നു. എന്നിട്ട് ഈ കയറ് പിടിച്ചുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നിന്നിട്ട് ഹോൾഡ് ചെയ്ത് മെല്ലെ ഈ റൊത്താം പാസിന് മുകളിലോട്ടെത്തി. ആ ഒരു നടത്തും ആക്ച്വലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ചെരിഞ്ഞ ചെവിയിലൂടെ നടക്കുന്നത്, താഴെ ഒരു റിവർ ഒഴുകുന്നുണ്ട്, എങ്ങനെ ആ വെള്ളത്തിലോട്ട് വീണ് കഴിഞ്ഞാൽ തണുത്ത് മരിക്കും ആ അവസ്ഥയാണ്. ഭയങ്കര പേടിയോടെ നടന്നത്, സ്ലിപ്പാവോ പേടിച്ച് ഒരു കണക്കിന് റൊത്താം പാസിലെത്തി. ട്രക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫീലായിരുന്നു റൊത്താം പാസ് എത്തിയത്. എൻ്റെ കൂടെ വന്ന ജംഷി പറയുകയും ചെയ്തു, വേണം നമ്മൾ കഴിഞ്ഞിട്ടില്ല, നീ ഇത്രയ്ക്ക് സന്തോഷിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു റൊത്താം പാസ് എത്തിയ സമയം. റൊത്താം പാസിൻ്റെ മുകളിൽ നമ്മൾ അധിക സമയം സ്പെൻഡ് ചെയ്തില്ല, കാരണം ഒന്ന് വലിയ മൗണ്ടൻ പ്ലേസ് ആണ്, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാൻ ചാൻസ് ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി. താഴത്തോട്ട് പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താഴെ കോക്സറിലോട്ടുള്ള വഴിയെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിൽ ഒലിച്ചു പോയിട്ടുണ്ട്. വഴി ഒന്നുമില്ല, നമുക്ക് ലൈക്ക് വണ്ടികൾ പോയിട്ടുള്ള പാത്ത് ഉണ്ടെന്നല്ല, അതെല്ലാം ചളിയിൽ മൂടി കിടക്കുന്ന, നമുക്ക് പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും അവിടെ കാണാനില്ല. താഴെ കോക്സർ വില്ലേജ് കാണാമെന്നല്ല, അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനമില്ല. സോ എങ്ങനെയാണ് നമ്മൾ റൊത്താം പാസിൽ ഫസ്റ്റ് കയറി തന്നെ അതേ ടെക്നിക്ക് ഇവിടെ എടുത്തു, റോഡ് പിടിക്കാതെ ക്രോസ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. നടന്നിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായി പോയി. കാരണം നടക്കുക വീഴുക, ഉരുണ്ട് വന്നു എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. ചളി മൊത്തം ചളിയായി, നടക്കുന്നു വീഴുന്നു ഈ രീതിയിലായിരുന്നു മൊത്തം അവിടെ നടന്നത്. അങ്ങനെ കുറച്ച് സമയത്ത് ട്രക്കിന് ശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കോക്സർ എന്ന വില്ലേജിലെത്തിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ ടെൻ്റ് അടിക്കുന്ന സ്ഥലം തന്ന് ആളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലായിരുന്നു. ആ താഴ്ന്ന ആളെ എന്ന് നല്ല മട്ടനും ചോറും, ഇത്ര ദിവസത്തിന് ശേഷം ഞങ്ങൾ കഴിക്കുന്ന നല്ല ഫുഡ് അതാണ്. മട്ടനും ചോറും കഴിച്ച് മുകളിൽ ടെൻ്റ് അടിച്ച് കോക്സറിൽ കിടന്നുറങ്ങി. കിലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടുത്ത ദിവസം പോകാനുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എണീറ്റു ക്ലോങ് പോകണമെന്നുള്ള ഒറ്റ മൈൻഡ്. ക്ലോങ്ങിൽ എല്ലാവരും കൂടി ഇറങ്ങി, എല്ലാ വർഷവും തന്നെ റോഡിലോട്ട് ഇറങ്ങി, റോഡ് വഴി നേരെ ഇറങ്ങും. ഈ കോക്സർ ടു കിലോങ് നമുക്ക് ക്രോസ് ആയിട്ട് പോകാനോ മൗണ്ടൻ കയറി പോകാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, റോഡ് വഴി തന്നെ പോകണം. അങ്ങനെ ഈ കോക്സറിൽ നിന്ന് ഇറങ്ങി
കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ല രസമല്ല, സിസു എന്ന് പറഞ്ഞ സ്ഥലമെത്തി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അത് രണ്ട് സൈഡിലും ഫുൾ മരങ്ങൾ, നടുവിൽ കൂടെ നല്ല രസമുള്ള റോഡ് പോകുന്നൊരു സ്ഥലം, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ അട്ടൽ ടണലിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അവിടെ, അതും കാണാൻ പറ്റി. ദെൻ ഈ റോഡ് സിസു വാസി എന്ന് കുറേ മുന്നോട്ട് പോയി. ഏകദേശം ഒരു അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായില്ല, കാരണം റോഡ് സൈഡിലൂടെ നടക്കുന്നത്, ഭക്ഷണമൊക്കെ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. ഒരു ഈവനിങ് 6 മണിയായപ്പോൾ പ്രശ്നം വന്നു തുടങ്ങി, ലൈറ്റ് പോയി. ഞങ്ങൾ നടക്കുന്ന റോഡ് എങ്ങനെയാണെന്നറിയോ, ഒരു വലിയ മല തുറന്നിട്ടുണ്ടാക്കിയ ഒരു തുരങ്കം പോലെ സൈഡ്, നമ്മൾ നിൽക്കുന്നതിന് നേരെ മുകളിൽ മല ഇങ്ങനെ നിൽക്കുക, കല്ലുകൾ നിൽക്കുക, ഇതിനുള്ളിൽ കൂടി വേണം നടക്കാൻ. ഒരു സൈഡാണ് വലിയ കൊക്കയാണ്, ക്ലിഫാണ്. പേടിയാവാൻ തുടങ്ങി. പക്ഷെ കഴിഞ്ഞ 2 ദിവസം അത്രയും പേടിയില്ല, കാരണം അത് ശീലമായി. ഇപ്പം തന്നെ മൈൻഡ് ചെയ്തില്ല. കുറേ ദൂരം മുന്നോട്ട് നടന്നു. ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും കിലോങ് എത്താൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ഒരു വീടിൻ്റെ കാർ പോർച്ചിൽ ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടി. അന്ന് അവിടെ ടെൻ്റ് അടിച്ചില്ല. ആക്ച്വലി ആ കാർ പോർച്ച് ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടുകൊണ്ട് എല്ലാവരും കൂടി നിരന്ന് കിടക്കുകയാണ് ചെയ്തത്. ആൻഡ് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ കുക്ക് ചെയ്ത്, അവിലും ശർക്കര എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഗോയിങ് ടു കിലോങ് എത്തുമ്പോൾ ഏകദേശം 110 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്യും. അപ്പോൾ അതുവരെ 10 പേർക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. മെല്ലെ നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോഡിലൂടെ നടക്കുള്ളൂ, അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. ഏകദേശം രാവിലെ ഒരു 7 മണി 8 മണിക്ക് നടത്താൻ തുടങ്ങി. നല്ല രസമുള്ള ലാൻഡ്സ്കേപ്സ് ആയിരുന്നു. കുറേ ഫ്ലവേഴ്സ്, ഈ പറഞ്ഞ സ്ട്രോബെറീസ്, റിവർ, ഇതൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസിലി ഞങ്ങൾ കിലോങ് എന്ന് പറഞ്ഞ വില്ലേജിലെത്തി. അവിടെ എത്തി എവിടെ സ്റ്റേ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, കാരണം കിലോങ് വലിയൊരു ടൗണാണ്. ഇതിന് എവിടെയും പോയി നമുക്ക് ടെൻ്റ് അടിക്കാൻ കഴിയത്തില്ല. പിന്നെ മിലിറ്ററി ക്യാമ്പുകൾ വരുന്നുണ്ട്, BROയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമാവുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ക്യാമ്പിൽ നടത്തുന്ന ഒരാളെ പരിചയപ്പെട്ടത്. അപ്പോൾ ആൾ റോഡിലൂടെ നടക്കുമ്പോൾ ഞങ്ങളെ കണ്ടു. ഇപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ലേലോട്ട് നടന്നു പോകുന്ന പറഞ്ഞപ്പം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വായോ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ആളുടെ ടെൻറ്റിൽ കൊണ്ടുപോയി. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഫുഡൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ തന്നു. ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും ടെൻറ്റ് തന്ന് അവിടെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്ന് കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു, ബാത്റൂം പോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാ ഫുൾ ഫെസിലിറ്റിയോട് കൂടി ഒരു ക്യാമ്പ് സൈറ്റ് ഞങ്ങൾക്ക് വിട്ടുതന്നു. ഒരു ലോക്കലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ നാടിനെ ശരിക്കും അറിയാൻ പറ്റി. ആൾ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യും, കിലോങ് DCനെ ഡിസ്ട്രിക്ട് കളക്ടർ ഒന്ന് പോയിട്ട് കാണും, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ എന്നുള്ളത് 2 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ആ ദിവസം ഒരു ദിവസം ഞങ്ങൾ നേരെ പോയിട്ട് കിലോങ് DCനെ കണ്ട് സംസാരിച്ചു. ഞങ്ങളിങ്ങനെ 10 പേര് മണാലിയിൽ നിന്ന് ലഡാക്കിലോട്ട് നടക്കുകയാണ്. സോ എന്തെങ്കിലും പെർമിഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഒരു ദിവസം കൂടി ഹോൾട്ട് ചെയ്യും, മുകളിലോട്ടല്ലേ ഹൈവേ റോഡിൽ വെതർ കണ്ടീഷൻ അത്ര നല്ലതല്ല. സോ നിങ്ങൾ ഹോൾട്ട് ചെയ്ത് നമുക്ക് ഒരു പെർമിഷൻ വന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാം, ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞു. ബട്ട് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ കണ്ടിന്യൂസ് നിന്നുകൊണ്ടാവണം. ഞങ്ങളെ കൂട്ടത്തിൽ വന്ന 6 പേർക്ക് നല്ല രീതിയിൽ സിക്കായി. രാവിലെ എണീറ്റ് അപ്പം പലരും ഛർദി തുടങ്ങി, ചിലർക്ക് തലവേദന, ഹെവി ആയിട്ടുള്ള തലവേദന തുടങ്ങി, പനി വരാൻ തുടങ്ങി. ഞങ്ങൾ 4 പേര്, ഞാൻ, ജംഷി, ഷാഹിൻ, ഫസൽ, ഈ തലയിൽ കല്ല് വീണ ഫസൽ, ഇവർക്കല്ലാത്ത ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ സിക്കായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അടുത്ത ദിവസം മാറിക്കോളും നല്ല രീതിയിൽ. അന്നും അവിടെ കിടന്നുറങ്ങി. പക്ഷെ രാവിലെ എണീറ്റപ്പം ഇവിടെ എല്ലാവരുടെയും സിക്ക് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്യാനും കഴിയില്ല, മുന്നോട്ട് പോകുന്നേ വേണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ 4 പേര് ഞങ്ങൾ മൂവ് ചെയ്തിട്ട് അടുത്തൊരു സ്ഥലമുണ്ട്, ദാർഷ എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ദാർഷയിൽ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ ഡോക്ടറെ കാണിച്ചെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ദാർഷയിലോട്ട് ഒരു വണ്ടി വിളിച്ച് പോയാൽ ഞങ്ങൾ അവിടുന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്നിട്ട് അവിടുന്ന് വീണ്ടും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മൈൻഡിൽ പോയി. അപ്പോൾ എല്ലാവരും അഗ്രി ചെയ്തു. അപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ളതല്ലേ, ഇവർ തിരിച്ച് വരും എന്നുള്ള മൈൻഡിനാണ് തന്നെ ഞങ്ങൾ കയ്യിലുള്ള ക്യാഷ് ഞങ്ങൾ എന്താ വെച്ചാൽ 500 രൂപ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ട്, ഞങ്ങൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാനുള്ള ഒരു 500 രൂപ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾ ബാക്കി പൈസ ഇവർക്ക് കൊടുത്ത് നിങ്ങൾ ഡോക്ടറെ കാണിച്ച് നിങ്ങൾ തിരിച്ചു വരാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിലോങ്ങിന്ന് ഈ ദാർഷ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മലയാളിനെ പരിചയപ്പെട്ടു. കോഴിക്കോടുകാരൻ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ആൾ ഞങ്ങളെ കണ്ടപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ലേയിലോട്ട് നടന്നു പോകുന്നു, ബൈക്കിന് പോകുന്ന ഒരുപാട് പേര് ആൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നടന്നു പോകുന്നവർ ആദ്യമായിട്ടാണ് ആൾ കാണുന്നത്. അങ്ങനെ ആളെ കണ്ടു. ആൾ ഞങ്ങളെ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ആളെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയി. ഞങ്ങൾക്ക് ആപ്പിൾ, പിയർ, കഴിക്കാൻ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു. ആൻഡ് ആളുടെ സീനിയർ ഓഫീസർ മേജറിനെ പരിചയപ്പെടുത്തി. ആളും ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ആൾ ഞങ്ങളോട് പറഞ്ഞു, തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടെ വരണം, ക്യാമ്പിൽ വരണം, ഇവിടെ നിന്നാണ് നിങ്ങൾ ഡിന്നർ എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ് കേട്ടോ. ഒരാൾ അപ്രീസിയേഷൻ തരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്തു. ഏകദേശം യാത്ര ജിസ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ദാർഷയിലെടുത്ത് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഞങ്ങൾ ജിസ്പയിൽ ഒരു ഹെലിപാഡ് കണ്ടു. ഹെലിപാഡിൻ്റെ അവിടെ കൊണ്ടുപോയി ടെൻ്റ് അടിച്ചു. ഞങ്ങൾ ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു, ഒരു ടെൻ്റ് ഞങ്ങൾ അടിച്ചു, സ്റ്റേ ചെയ്തു. അവിടെ തന്നെ ഒരു ഹരിയാനയിൽ നിന്ന് വന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരും കാറിൽ വന്ന ആൾക്കാരാണ്. അവരും അവിടെ ടെൻ്റ് അടിച്ചു. അന്നത്തെ നൈറ്റ് ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. അവർ ഹരിയാന, ഈ പഞ്ചാബി ഭാഗത്തൊക്കെ അവരുടെ ഡാൻസ്, പാട്ട് നല്ല രസമല്ലേ. ഒരു ഏകദേശം ഐ തിങ്ക് ഒരു 3 മണി വരെയൊക്കെ ഞങ്ങൾ അവരോട് സംസാരിച്ചിരുന്നിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഇവരെ വണ്ടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പായി.
ഈ ജിസ്പയുടെ ഹെലിപാഡിൽ നല്ല രീതിയിൽ വിൻഡ് വരുന്ന സ്ഥലം, വിൻഡ് അടിച്ച് ടെൻറ്റ് പറന്നു പോകും. അപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അവരെ വണ്ടി കൊടുത്തിട്ട് വിൻഡിൻ്റെ ഡയറക്ഷനിൽ കൊടുത്ത് പാർക്ക് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ രാത്രി വിൻഡിൻ്റെ വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അതൊരു ഭയങ്കര ഹെൽപ്പായിരുന്നു ആക്ച്വലി അവർ തന്നത്. രാവിലെ എണീറ്റ് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലമായ ദാർഷ, അധികം ദൂരമില്ല, ദാർഷയിലോട്ട് പോയി. കാരണം ദാർഷയെത്തി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം, ഈ ടീം വരുമല്ലോ, ഇവരെ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ മൂവ് ചെയ്ത് ദാർഷയിലെത്തി ചെറിയൊരു നെറ്റ്വർക്ക് കിട്ടി. ഞങ്ങൾ ഇവർക്ക് മെസ്സേജ് അയക്കണം എവിടെയാണെന്ന് വെച്ചിട്ടൊക്കെ, പക്ഷേ ഇവരെ റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിച്ചു, മണാലിയിൽ നിന്ന് കിലോങ് വഴി ലേയിലോട്ട് പോകുന്ന ബസ് എപ്പോഴാണ് വരുന്നത്? അവൾ പറഞ്ഞു 1/2 മണിക്കൂറിൽ വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നോക്കിയപ്പോൾ ഒരു ബസ് വന്നു. ബസ്സിൽ അവരില്ല. അപ്പോൾ ചോദിച്ചു അടുത്ത ബസ് വല്ലതും ഉണ്ടോ? അപ്പോൾ വില്ലേജസ് പറഞ്ഞില്ല, ഇനി ബസ്സൊന്നുമില്ല, ഇനി നാളെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെന്തായാലും എത്തേണ്ടതാണ് എന്നുള്ള രീതിയിൽ കുറച്ചിരുന്നു. പെട്ടെന്ന് അവിടുന്ന് അവരെ മെസ്സേജ് വന്നു. അവർക്ക് കിലോങ്ങിലെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ മുന്നോട്ട് വരാനുള്ള പെർമിഷൻ ആ ഹോസ്പിറ്റലിൽ കൊടുത്തില്ല. സോ അവർക്ക് തിരിച്ച് റിട്ടേൺ പോകണം എന്ന് തന്നെ പറഞ്ഞു. ശരിക്കും അത് ഓക്കെ ആയിരുന്നു, അവർക്ക് വയ്യാത്തതുകൊണ്ട് അവർ പോയി. പക്ഷേ പെട്ടത് ഞങ്ങളാണ്. കാരണം നമ്മൾ കയ്യിലാകെ 500 രൂപയേ ഉള്ളൂ ഞങ്ങോട്ട് മുന്നോട്ട് പോയത്. അവരുടെ കയ്യിലാണ് ബാക്കി പൈസ ഒക്കെ ഉള്ളത്. എങ്ങനെ ഇനിയും 10-18 ദിവസം ട്രക്ക് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊരു ഐഡിയ ഇല്ല. അവിടെ ഞങ്ങൾ രണ്ടാമത് ചിന്ത കൂടി വന്നു, ഡ്രോപ്പ് ചെയ്ത് ബസ്സിന് കയറി പോയാലോ എന്ന് ചോദിച്ചു. പിന്നെ ചിന്തിച്ചു, ഇത്രയും ദൂരം നടന്നു, 500 രൂപയല്ലേ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, മുന്നോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു.